المدرسة الربانية كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. ഇന്നല്ലാഹ തആല നദറ ഫീ ഖുലൂബിൽ ഇബാദ് ഫവജദ ഖൽബ മുഹമ്മദിൻ ഖൈറ ഖുലൂബിൽ ഇബാദ്. മുഴുവൻ അടിമകളുടെയും ഹൃദയങ്ങളിൽ ഏറ്റവും ഖൈറായ ഹൃദയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ കണ്ടെത്തി. ഫസ്തഫാഹു ലിനഫ്സിഹി, അങ്ങനെ അല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തു. വബ്തഅസഹു ബിരിസാലതി, തൻ്റെ ദൗത്യം നിർവഹിക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിസാലത്ത് ഏൽപ്പിച്ചു. ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബിന് ശേഷം പിന്നീട് മറ്റുള്ള അടിമകളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു നോക്കി. فوجد قلوب أصحابه خير قلوب العباد. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ ഹൃദയമാണ് അടിമകളിൽ ഏറ്റവും ഖൈറായ നന്മയുള്ള ഹൃദയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടെത്തിയത്. ഫജഅലഹും വുസറാ നബിയ്യി, അവരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളായിക്കൊണ്ട് സഹായികളായിക്കൊണ്ട് അല്ലാഹു നിശ്ചയിച്ചു. യുഖാതിലൂന അലാ ദീനി, അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി അവർ സമരം ചെയ്തുകൊണ്ടിരുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ഫമാ റആഹുൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ. ആ മുസ്ലിമീങ്ങൾ, അതായത് ഈ സ്വഹാബികൾ, അവർ ഏതൊന്നിനെ നന്മയായി കാണുന്നുവോ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നന്മയായിരിക്കും. വമാ റആഹു സയ്യിഅൻ ഫഹുവ ഇൻദല്ലാഹി സയ്യി. അവർ ഏതൊന്നിനെ മോശമായി കാണുന്നുണ്ടോ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ മോശമായിരിക്കും. സ്വഹാബികളുടെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇമാം അഹ്മദും മറ്റ് ഉലമാക്കളും ഉദ്ധരിച്ചിരിക്കുന്ന ഈ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശ്രേഷ്ഠത നൽകിയ തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ. പരിശുദ്ധ ഖുർആനിൽ അവരെ സംബന്ധിച്ച് പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, അള്ളാഹുക്ക് തൃപ്തിയാണ് അവരിൽ. അവർ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലും തൃപ്തരാണ്. അങ്ങനെയുള്ളവരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ.
വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ശാശ്വതമായ സ്വർഗങ്ങൾ അള്ളാഹു അവർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്, അബദൻ എന്നേക്കുമായിട്ട്. ദാലികൽ ഫൗസുൽ അദീം, അതത്രേ മഹത്തായ അനുഗ്രഹം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഇതിനെ വിവരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം, ഫഖദ് അഖ്ബറല്ലാഹു അൽ അദീം അന്നഹു റളിയ അനിസ് സാബിഖീനൽ അവ്വലീന മിനൽ മുഹാജിരീൻ വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ആദ്യമായി ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് മുൻകടന്നു വന്നവരായ മുഹാജിറുകൾ, അൻസ്വാറുകൾ, അവരെ നല്ല രീതിയിൽ പിന്തുടർന്നവരായ മറ്റുള്ളവർ, ഇവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ അറിയിക്കുകയാണ്. അള്ളാഹു അറിയിക്കുകയാണ്, ഖബർ നൽകുകയാണ്, ആളുകളെ മാലോകരെ അറിയിക്കുകയാണ്, അള്ളാഹു ഇതാ ഇവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ ചോദിക്കുന്നുണ്ട്, ഫയാ വൈല മൻ അബ്ഗദഹും ഔ സബ്ബഹും, സ്വഹാബികളെ അവരോട് കോപം വെച്ച് പുലർത്തുന്നവരായ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുന്നവരായ ആളുകൾക്കുണ്ടാകുന്ന നാശം എത്ര വലുതാണ്. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നറിയിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ. അങ്ങനെയുള്ള ആളുകളോട് ആരെങ്കിലും കോപമുള്ളവരായാൽ, അവരെ ആരെങ്കിലും ആക്ഷേപിക്കുന്നവരായാൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എത്ര ഗൗരവമുള്ളതാണ്, എത്ര വലിയ നാശമാണ് അവർക്ക് ലഭിക്കാനുള്ളത്. ഔ അബ്ഗദ ബഅദഹും ഔ സബ്ബ ബഅദഹും, അല്ലെങ്കിൽ മുഴുവൻ സ്വഹാബികളെയും ചീത്ത പറയേണ്ടതില്ല, ഏതെങ്കിലും സ്വഹാബികളിൽ ചില ആളുകളോട് കോപം വെച്ച് പുലർത്തുന്നു, ചില ആളുകൾ ആക്ഷേപിക്കുന്നു, അവർക്ക് വരാനുള്ള നാശം എത്ര വലുതാണ് എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്. കാരണം അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സമൂഹത്തെ എങ്ങനെയാണ് നാം ആക്ഷേപിക്കുക, എങ്ങനെയാണ് അവരോട് വെറുപ്പ് വെച്ച് പുലർത്താൻ സാധിക്കുക? ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന ഉസൂലാണ്, തത്വമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ വിവരിക്കുന്നത് കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിൻ്റെ സിറ്, അതിൻ്റെ രഹസ്യം, അതിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കലാണ്. അള്ളാഹു ഏതൊരുവനെ സ്നേഹിച്ചോ അവരെ സ്നേഹിക്കലാണ്. അള്ളാഹു ഏതൊരു കാര്യത്തെ വെറുത്തോ അതിന് വെറുക്കലാണ്. അള്ളാഹു ഏതൊരാളെ വെറുത്തോ അതിന് വെറുക്കലാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റൂഹ്, അടിസ്ഥാനം എന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്. അതില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തന്നെ വിവരിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖലീലായി തെരഞ്ഞെടുത്തു. അള്ളാഹു ഖുല്ലത്ത് കൊടുത്തത്, ഖലീൽ എന്നുള്ള ആ ബന്ധം കൊടുത്തത് ഇബ്രാഹിം അലൈഹിസ്സലാമിനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മാത്രമാണ്. ഈ പദവി നേടിയെടുത്തത് അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹു സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്തതിലൂടെയാണ്. അള്ളാഹു ഏതൊരു കാര്യത്തെ വെറുത്തോ അതിനെ വെറുക്കുകയും ചെയ്തതിലൂടെയാണ്. ഇത് എത്രയധികം ഒരാളിൽ സാക്ഷാത്കരിക്കുന്നുവോ അത്രയും അവൻ്റെ അള്ളാഹുവുമായുള്ള ബന്ധം എന്ത് ചെയ്യും? ശക്തിപ്പെടും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനം എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്വഹാബികളെ സ്നേഹിക്കുക എന്നുള്ളത്, അവരെ പഠിക്കുക എന്നുള്ളത്, അവരെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാലത്ത് മലയാളികളുടെ ഇടയിൽ വളരെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്വഹാബികളെ ചീത്ത പറയുന്ന ആളുകളെ അവരുടെ ഹീറോയിസം പറയുക, അവരിങ്ങനെ വാനോളം പുകഴ്ത്തുക, അവർ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നന്മയാണെന്ന് പ്രചരിപ്പിക്കുക, അവർക്ക് വേണ്ടി പോസ്റ്ററുകൾ ഉണ്ടാക്കുക, അവർക്ക് വേണ്ടി എഴുത്തുകൾ നടത്തുക. ഇത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ ആക്ഷേപിക്കുന്ന ആളുകൾ, സിദ്ദീഖ റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, ഇങ്ങനെ ഒട്ടനവധി സ്വഹാബികൾ അഖിലവും ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. റാഫിളുകളിൽ പെട്ട ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ അവർക്ക് സപ്പോർട്ട് നൽകുക, അവരെ സ്നേഹിക്കുക, അവരുടെ ഹീറോയിസം പ്രചരിപ്പിക്കുക, ഇത് അഹ്ലു സുന്നക്ക് ചേർന്ന പരിപാടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ചവരെ സ്നേഹിക്കുക. ഒരാൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. വേറെ ആരെങ്കിലും ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം അവനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാകണം. അതല്ലാത്ത ഒരു സ്നേഹം പാടില്ല എന്നാണ്. അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും വസ്തുവിനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിലേക്ക് അവനെ അടുപ്പിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താലായിരിക്കണം. മറ്റുള്ള സ്നേഹങ്ങൾ അഖിലവും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ളത് മാത്രമാണ്.
ഇത് അഹ്ലുസുന്നയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തന്നെ അടിസ്ഥാനം അത് തന്നെയാണ് എന്നുള്ളതാണ്. സ്വഹാബികളുടെ ശ്രേഷ്ഠതകൾ പറയുന്ന നസൂസുകൾ, ഖുർആൻ ആയാത്തുകൾ, ഹദീസുകൾ നിരവധിയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തസുബ്ബു അഹദൻ മിൻ അസ്ഹാബി, എൻ്റെ സ്വഹാബികളിൽ നിന്ന് ആരെയും നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല. ഫഇന്ന അഹദകും ലൗ അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയുടെ വലിപ്പം, എത്രയാണത്? ഉഹദ് മലയുടെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയാണ്, അത്രയും സ്വർണം നിങ്ങളിൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നു. എന്നാൽ മാ അദ്റക മുദ്ദ അഹദിഹിം, സ്വഹാബികൾ ചെലവഴിച്ച ഒരു മുദ്ദിൻ്റെ അത്രയും എത്തൂല. അത് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഇതാണ്, രണ്ട് കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഉള്ളത്. സ്വഹാബികൾ ഇങ്ങനെ ഒരു മുദ്ദ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും എത്തുകയില്ല നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും. വലാ നസീഫ, അല്ലെങ്കിൽ ഒരു മുദ്ദിൻ്റെ പകുതി, ഇങ്ങനെ ഒരു കൈ സ്വഹാബികൾ കൊടുത്തിരിക്കുന്നതായ ചെലവഴിച്ചിരിക്കുന്നതായ സമ്പത്ത്, അതിൻ്റെ അത്രയും ഒരുകയില്ല നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ സ്വഹാബികൾ ഒരുവനെയും ആക്ഷേപിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയായിട്ടാണ് അവർ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സ്വഹാബികളുടെ ജീവിതം നമുക്ക് മാതൃകായോഗ്യമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവർ വിശ്വസിച്ചാൽ, സ്വഹാബികളോടാണ് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ മറ്റുള്ള ആളുകൾ വിശ്വസിക്കുകയാണ് എങ്കിൽ ഫഖദ് ഇഹ്തദൈതും, അവർ സന്മാർഗത്തിലായിരിക്കും, നേരായ വഴിയിലായിരിക്കും. അതുകൊണ്ട് സ്വഹാബികളുടെ വിശ്വാസം എന്താണ്, അവരുടെ അനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ്, അവരുടെ മൻഹജുകൾ ഏത് രീതിയിലാണ്, അവരുടെ സ്വഭാവ സംസ്കരണ രീതി ഏത് രീതിയിലാണ്, ഇത് പഠിക്കൽ നമുക്ക് അനിവാര്യമാണ്. സ്വഹാബികൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിനെ, തിരുസുന്നത്തിനെ, ഈ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വഹാബികളുടെ സ്വഭാവ സവിശേഷതകൾ വിവരിക്കുന്ന ആയാത്തുകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ, അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അഹാദീസുകളുണ്ട്. ഇതിൽ സ്വഹാബികൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കൽ അനിവാര്യമായ കാര്യമാണ്. പ്രധാനമായും സ്വഹാബികൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകിയത് തൗഹീദിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഷിർക്ക് അവരുടെ ജീവിതത്തിലേക്ക് കയറി വരാതിരിക്കാൻ അവർ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചത്, ഈ ഉമ്മത്തിലേക്ക് ഷിർക്ക് വരുന്നത് ഉറുമ്പ് നല്ല കറുത്ത പാറക്കെട്ടിലൂടെ ഇഴഞ്ഞു വരുമ്പോൾ അതെത്ര ഗോപ്യമായിട്ടാണോ രഹസ്യമായിട്ടാണോ അതിനേക്കാൾ ഗോപ്യമായിട്ട് എന്ത് ചെയ്യും, ഷിർക്ക് നിങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ഷിർക്കിന് നന്നായിട്ട് ജാഗ്രതയോടെ കാണണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ വേളയിൽ 5 ദിവസം മുമ്പ് ഷിർക്ക് കടന്നു വരാതിരിക്കാൻ ചില നിർദ്ദേശങ്ങൾ നൽകി. മരണവേളയിൽ മലക്കുൽ മൗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്, ശ്വാസതടസ്സം നേരിടുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനോട് പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, ജൂത നസാറാക്കളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ, അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, കാരണം എന്താണ്, അവർ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ മസാജിദുകളാക്കി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള കേന്ദ്രങ്ങളാക്കി എന്നാണ് പറഞ്ഞത്. ഖബറിടങ്ങളുടെ അടുക്കൽ നിന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഷിർക്കാണോ? ഷിർക്കല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേള കിടക്കുകയാണ്. അപ്പോൾ പറയാണ്, ജൂത നസാറാക്കൾ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങൾ അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാക്കി എന്നുള്ളതാണ്. അതെന്ത് ചെയ്യും, ഷിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷിർക്കിലാകപ്പെടാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ വഫാത്തായി. ജനങ്ങളിൽ സ്വഹാബികളുടെ ഇടയിൽ വലിയ പരിഭ്രമങ്ങളുണ്ടായി, ആശങ്കകളുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ ഏറ്റവും അത്യുത്തമനാണ്, ഒന്നാമനാണ്. ജനങ്ങളിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹംദ് പറഞ്ഞു, അള്ളാഹുവിനെ സ്തുതിച്ചു, അള്ളാഹുവിനെ സനാ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു ഇബാദത്ത് ചെയ്തിരുന്നത്, എന്നാൽ ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തായി എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്.
ആരെങ്കിലും അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്തിരുന്നത് എങ്കിൽ അവരറിയുക, അള്ളാഹു ആണെന്നും ജീവിക്കുന്നവൻ, അവനാണ് മരണമില്ലാത്തവൻ. നിങ്ങളുടെ ഇബാദത്തുകൾ അള്ളാഹുവിനാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ല. അള്ളാഹുവിന് മാത്രമാണ് നിങ്ങൾ ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ വഫാത്തായിട്ടുണ്ട്. ആളുകൾ സംരക്ഷിച്ചു നിർത്തുകയാണ് ശിർക്കിലേക്ക് വിട്ടുപോകാതിരിക്കാൻ, തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ഉദ്ധരിക്കുന്നത് കാണാം. അബുൽ ആലിയ റഹിമഹുല്ലയിൽ നിന്ന് തുസ്തർ മുസ്ലിമീങ്ങൾക്ക് നേടിയ വളരെ വലിയൊരു വിജയമായിരുന്നു. തുസ്തർ കീഴ്പ്പെടുത്തിയ സമയത്ത് ഹുർമുസാൻ ചക്രവർത്തിയുടെ ബൈത്തുൽ മാലിൽ അതാ ഒരു മനുഷ്യൻ കട്ടിലിൽ കിടക്കുകയാണ്. ജീർണിക്കാത്ത ശവശരീരം, ജീർണിക്കാത്ത അവസ്ഥയിൽ ഒരു മനുഷ്യൻ. ചില റിപ്പോർട്ടുകളിൽ കാണാം കഴിഞ്ഞ പോയ ഏതോ നബിമാരുടേതാണ്, അവരുടെ പേരുകളും ചില റിപ്പോർട്ടുകളിൽ കാണാം. എങ്ങനെയാണെങ്കിലും അത്ഭുതകരമായി ജീർണിക്കാത്ത ഒരു ശരീരം അദ്ദേഹത്തിൻ്റെ ബൈത്തുൽ മാലിലുണ്ട്. ഏതൊരു പ്രവാചകനെ ജയിലിലടയ്ക്കുകയും അങ്ങനെ അവിടെ മരണപ്പെട്ട് കിടന്നതാണ് എന്നെല്ലാം ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. എങ്ങനെയാണെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ സഹാബികൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു കാര്യം. അങ്ങനെ എന്താണ് ഈ ശരീരം അവർ ചെയ്തത്? അവർ പറയുന്നത് കാണാം, ഹഫർനാ ബിൻ നഹാരി 13 ഖബ്റ, ഞങ്ങൾ പകൽ സമയത്ത് 13 ഖബറുകൾ ഉണ്ടാക്കി, മുതഫർരിഖ, വ്യത്യസ്തങ്ങളായ ഖബറുകൾ. ഫലമ്മാ കാന അൽ-ലൈലു ദഫന്നാഹു വസവ്വൈനൽ ഖുബൂറ കുല്ലഹ, രാത്രിയായപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഖബറടക്കി, മുഴുവൻ ഖബറുകളും എന്ത് ചെയ്തു? നിരപ്പാക്കുകയും ചെയ്തു. എന്തിനാണ്? ലിതഅമിയത്തിൻ അലന്നാസ്, ജനങ്ങൾക്ക് അവ്യക്തമാകാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിൻ്റെ ഖബർ ഏതാണ് തിരിച്ചറിയരുത്, അത് പിന്നീട് ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ജനങ്ങൾ അത് മതിപ്പൊളിക്കരുത് എന്നതിന് വേണ്ടിയിട്ട് സ്വഹാബികൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഷിർക്കിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്ന രീതിയാണ്, തൗഹീദിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഷിർക്കിനെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഷിർക്ക് മാറ്റി നിർത്താൻ, തൗഹീദ് സംരക്ഷിക്കാൻ ഇതാണ് അവർ ഏറ്റവും അധികം പ്രാധാന്യം നൽകിയത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം അദ്ദേഹത്തോട് പറഞ്ഞു ചില ആളുകൾ, ഇന്ന ഖൗമൻ ഹുനാ അലാ ബാബിൽ മസ്ജിദ് യദ്ദഊന അന്നക റബ്ബുഹും, പള്ളിയുടെ വാതിൽക്കൽ നിന്ന് ചില ആളുകൾ ചില വാദങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് താങ്കളാണ് അവരുടെ റബ്ബ്, താങ്കളാണ് അവരുടെ സൃഷ്ടാവ് എന്ന് തന്നെ ചില റിപ്പോർട്ടുകളിൽ കാണാം. അവർക്ക് റിസ്ക് നൽകുന്നത് താങ്കളാണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നതായിട്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അവരെ വിളിച്ചു വരുത്തി, അവരോട് ചോദിച്ചു, കാര്യം അന്വേഷിച്ചു. അവർ പറഞ്ഞു, അതെ, ഞങ്ങളുടെ ഖാലിഖ് താങ്കളാണ്, ഞങ്ങളുടെ റബ്ബ് താങ്കളാണ്. അലി റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം, ഇന്നമാ അന അബ്ദുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലുള്ള ഒരു അടിമ മാത്രമാണ്. ആകിലു തആമ കമാ തഅകുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലെ ഞാൻ ഭക്ഷിക്കുന്നു. വഅശ്റബു കമാ തശ്റബൂൻ, നിങ്ങൾ വെള്ളം കുടിക്കുന്നത് പോലെ ഞാനും വെള്ളം കുടിക്കുന്നു. ഇൻ അതഅതുല്ലാഹ അസാബനി ഇൻഷാ, ഞാൻ അല്ലാഹുവിനെ അനുസരിച്ചാൽ, അവൻ ഉദ്ദേശിച്ചാൽ എനിക്ക് പ്രതിഫലം നൽകും. വൈൻ അസൈതുഹു ഖശീതു അൻ യുഅദ്ദിബനി, ഞാനെങ്ങാനും പാപം ചെയ്താൽ അവൻ എന്നെ ശിക്ഷിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ പേടിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ കാക്ഷിക്കുന്ന ഒരു അടിമ മാത്രമാണ് ഞാൻ. ഫത്തഖുല്ലാഹ വർജിഉ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, തഖ്വ ചെയ്യണം, ഈ വാദത്തിൽ നിന്ന് പിന്മാറണം എന്ന് അലി റളിയല്ലാഹു അൻഹു അവരോട് കൽപ്പിച്ചു. അവർ കൂട്ടാക്കിയില്ല. വീണ്ടും ഈ വാദം തുടർന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ സമൂഹത്തെ ഒന്നടങ്കം, ഈ വാദം പറയുന്ന ആളുകളെ വലിയ ഒരു കിടങ്ങ് കുഴിച്ച് അതിലിട്ട് കരിച്ചു കളഞ്ഞു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, സ്ഥിരപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ചിട്ടുണ്ട്. കരിച്ച് ശിക്ഷിച്ചത് ശരിയായില്ല എന്ന് ചില സ്വഹാബികൾ അഭിപ്രായപ്പെട്ടുവെങ്കിലും അവരെ കൊന്നുകളഞ്ഞത് ശരി തന്നെയായിരുന്നു എന്ന് സ്വഹാബികൾ ഇത് പറഞ്ഞു കാണാം. അപ്പോൾ തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് തെറ്റിയാൽ ഉടനെ സ്വഹാബികൾ എന്ത് ചെയ്യുമായിരുന്നു? അതിനെ പ്രതിരോധിക്കുമായിരുന്നു. തൗഹീദ് പ്രചരിപ്പിക്കുക എന്നുള്ളത്, അതിന് മുറുകെ പിടിക്കുക എന്നുള്ളത്, അതിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു സ്വഹാബികളുടെ സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ബിദ്അത്തുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുക, അതിനെ തടുത്തു നിർത്തുക, ഇതും സഹാബികൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഇന്ന മിൻ വറാഇകും ഫിതന, നിങ്ങൾക്ക് ശേഷം ഫിത്തനകൾ വരാനുണ്ട്. യക്സുറു ഫീഹൽ മാൽ, സമ്പത്ത് ധാരാളം ഉണ്ടാകും അന്ന് ജനങ്ങളുടെ കരങ്ങളിൽ. വയുഫ്തഹു ഫീഹൽ ഖുർആൻ, ഖുർആൻ ധാരാളമായിട്ട് വായിക്കപ്പെടും.
ഹത്താ യഖുദഹുൽ മുഅ്മിൻ വൽ മുനാഫിഖ്. മുഅ്മിനീങ്ങളും ഖുർആൻ വായിക്കും, മുനാഫിഖീങ്ങളും ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കും. വറജുലു വൽ മർഅ, സ്ത്രീകളും പുരുഷന്മാരും എമ്പാടും ഖുർആൻ പഠനങ്ങളാണ്. വസ്സഗീറു വൽ കബീർ, കുട്ടികളും ഉണ്ടാകും വലിയവരും ഉണ്ടാകും. വൽ അബ്ദു വൽ ഹുർ, അടിമകളും സ്വതന്ത്രരുമെല്ലാം ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കും. ഫയൂഷിഖു ഖായിലുൻ അൻ യഖൂൽ, അങ്ങനെ ഒരാൾ പറയും, മാ ലിന്നാസി ലാ യത്തബിഊനി വഖദ് ഖറഅതുൽ ഖുർആൻ, ജനങ്ങൾക്ക് ഇതെന്തു പറ്റി? ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നില്ലല്ലോ. ആളുകൾ എന്താണ് എൻ്റെ പുറകെ വരാത്തത്? ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, എന്നിട്ട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, എൻ്റെ കൂടെ വരുന്നില്ലല്ലോ. മാ ഹും ബിമുത്തബിഇയ്യ ഹത്താ അബ്തദിഅ ലഹും ഗൈറ, അവരെൻ്റെ പിന്നാലെ വരണമെങ്കിൽ, എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ, എന്നെ ലൈക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. ഖുർആൻ ഓതിയത് കൊണ്ട് കാര്യമില്ല, സുന്നത്ത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. പുതുതായി ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മാത്രമേ ജനങ്ങൾ എൻ്റെ പിന്നാലെ കൂടുകയുള്ളൂ. ഫഇയ്യാകും വമബ്തുദിഅ, അതുകൊണ്ട് പുതുതായി ഉണ്ടാക്കപ്പെടുന്ന ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഫഇന്ന മബ്തുദിഅ ളലാല, അങ്ങനെ പുതുതാക്കി നിർമ്മിക്കപ്പെടുന്ന ബിദ്അത്തുകളെ ജിലവും അത് ളലാലത്താണ്, വഴികേടാണ് എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുന്നറിയിപ്പ് നൽകുകയാണ്. ധാരാളം സഹാബികളുടെ ഇതുപോലുള്ളതായ വാക്യങ്ങൾ കാണാം. അവർ ഇത് വലിയ പ്രാധാന്യത്തിലാണ് കണ്ടത്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ നേരിട്ട് പഠിച്ചവരായിട്ട് പോലും ഇത് ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ചില ആളുകൾ പറയും, എന്തിനാ ഇടക്കിടക്കേ ഇതിങ്ങനെ പറയണത്? തൗഹീദ്, ശിർക്ക്, ബിദ്അത്ത് ഇടക്കിടക്കേ എന്തിനാ ഇത് പറയണത്? ആളുകൾ പറയലുണ്ട്. ഇത് സഹാബികൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നു, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്ത് തന്നെയാണ്. വഇൻ റആഹ അന്നാസു ഹസന, ജനങ്ങൾ അതെത്ര നല്ലതാണെന്ന് കണ്ടാലും അല്ലാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ആരാധനയാണോ, ഒരു ആചാരമാണോ, ഒരു ആഘോഷമാണോ, അത് ബിദ്അത്ത് തന്നെയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതിനെ പിന്തുടർന്ന് ജീവിച്ചു കൊള്ളണം. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ടതില്ല. ഫഖദ് കുഫീത്തും, നിങ്ങൾക്ക് മതിയാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ആചരിക്കേണ്ടത് എന്താണ്, നിങ്ങളുടെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം, ഇത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾ നിർത്തിക്കൊള്ളണം. അദ്ദേഹം തന്നെ പറഞ്ഞത് കാണാം, അൽ ഇഖ്തിസാദു ഫി സുന്നത്തി അഹ്സനു മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ. സുന്നത്തുകൾ അത് പരിമിതമായി കൊണ്ട്, അധികം കാണിക്കാതെ മിതമായി കൊണ്ട് ഒരാൾ സുന്നത്ത് അനുഷ്ഠിക്കുന്നുണ്ട്. അതാണ് ബിദ്അത്തുകളിൽ ആധിക്യം കാണിക്കുന്നതിനേക്കാൾ, പരിശ്രമിക്കുന്നതിനേക്കാൾ അവനക്ക് ഉത്തമമായതാണ്. എന്താണോ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾ പിന്തുടരുക എന്നുള്ളതാണ്. വീണ്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം കാണാം. വളരെ പ്രസിദ്ധമായ ചരിത്രമാണ്. പള്ളിയിൽ ചില ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എന്നിട്ട് അവർ പുതിയ രീതിയിൽ സ്വഹാബികൾ കാണാത്ത ഒരു കർമ്മം വരെ രൂപീകരിച്ചിരിക്കുകയാണ്. ചില ആളുകൾ വട്ടം കൂടിയിരിക്കും. എന്നിട്ട് പറയും, കബ്ബിറൂ മിഅ ഹല്ലിലൂ മിഅ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ തക്ബീറുകൾ ചൊല്ലുക 100 പ്രാവശ്യം, തഹ്ലീലുകൾ പറയുക, തസ്ബീഹുകൾ പറയുക. ഇങ്ങനെ ഓരോ ആളുകളും പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കൂട്ടം കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ദിക്റിൻ്റെ ഹൽക്കകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ചില രീതിയിലുള്ള ദിക്റുകൾ നടത്തിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ ഉപദേശിച്ചു. അവരോട് പറഞ്ഞു, ഫഉദ്ദു സയ്യിആതികും ഫഅന ളാമിനുൻ അല്ലാ യദ്ഇഅ മിൻ ഹസനാതികും, നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ എണ്ണി കണക്കാക്കിക്കോ, നിങ്ങൾ ചെയ്തിരിക്കുന്ന നന്മകൾ പാഴായി പോവുകയില്ല എന്നുള്ളതിന് ഞാൻ ജാമ്യം നിൽക്കാം. എന്നിട്ട് പറഞ്ഞു, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ സമൂഹമേ നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലകതകും, നിങ്ങളുടെ നാശം എത്ര വേഗതയിലാണ് എത്തിയിരിക്കുന്നത്. ഹൗലാഇ സ്വഹാബത്തു നബിയിക്കും മുതവാഫിറൂൻ, ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഇവിടെ എമ്പാടുമുണ്ട്. വഹാദിഹി സിയാബുഹു ലം തബ്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇതാ നുരുമ്പിപ്പോയിട്ടില്ല, അവശേഷിക്കുന്നുണ്ട്. വആനിയതുഹു ലം തുക്സർ, നബി ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, ഇവിടെ അവശേഷിക്കുന്നുണ്ട്. വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവാണ് സത്യം. ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചെയ്യുന്ന പണിയുണ്ടല്ലോ, ഏത് പണിയാണ് ചെയ്തത്? പള്ളിയിൽ വട്ടം കൂടിയിരിക്കുക, എന്നിട്ട് തക്ബീർ പറയുന്നു, തഹ്ലീൽ പറയുന്നു, തക്ബീറുകൾ പറയുന്നു, ചില എണ്ണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പ്രത്യേകമായ രീതിയിൽ ഇങ്ങനെ ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്ത പണിയുണ്ടല്ലോ. ഇത് കണ്ടുകൊണ്ട് ഇബ്നു മസ്ഊദ് പറയുകയാണ്, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനേക്കാൾ സന്മാർഗം സിദ്ധിച്ച വേറെ ഏതോ സമൂഹമാണെന്ന് തോന്നുന്നു. കാരണം മുഹമ്മദ് നബി ഇത് പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടാത്ത വഹീന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കിട്ടിയതാണ് ഇത്. എങ്കിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനേക്കാൾ സന്മാർഗം സിദ്ധിച്ച വേറെ ഏതോ സമൂഹമാണ് നിങ്ങൾ. അതല്ല എങ്കിൽ ഔ മുഫ്തതിഹു ബാബി ളലാല,
അല്ലെങ്കിൽ വലാലത്തിൻ്റെ വാതിലുകളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, തുറക്കുന്നത്. ഇതിൽ രണ്ടിലൊന്നാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു. ഞങ്ങൾ ഖൈർ ആണ് അബൂ അബ്ദുറഹ്മാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഖൈറാണ്, വേറൊന്നുമല്ല. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിരിഞ്ഞുപോയി. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നത് കാണാം, ഇവരിൽ അധികം ആളുകളും നെഹ്റുവാനിൽ അഹ്ലുസുന്നക്കെതിരെ ഖവാരിജികൾക്കുമായി പോരാട്ടം നടത്തിയപ്പോൾ അഹ്ലുസുന്നക്കെതിരെ വാളെടുത്ത് യുദ്ധം ചെയ്തവരിൽ ഇവരിൽ അധികം ആളുകളും ഉണ്ടായിരുന്നു എന്ന് അതിൻ്റെ റാവി പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ സ്വഹാബികൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ കാലത്ത് ഖദറിനെ നിഷേധിക്കുന്ന ചില ആളുകൾ വന്നു. അദ്ദേഹം ശക്തമായ നിലപാട് പറഞ്ഞു. അവരോട് പറയണം, അന്നീ ബരീഉം മിൻഹും, ഞാൻ അവരിൽ നിന്ന് ഒഴിവാണെന്ന് അവരോട് പറഞ്ഞേക്ക്. വഅന്നഹും ബുറആഉ മിന്നി, അവർ ഞാനുമായിട്ടും ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞേക്ക്. വല്ലദീ യഹ്ലുഫു ബിഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അല്ലാഹുവാണ് സത്യം, ലൗ അന്ന ലി അഹദിഹിം മിസ്ല ഉഹദിൻ ദഹബ, അവരിൽ ഒരാൾക്ക് ഉഹദ് മലയോളം സ്വർണ്ണമുണ്ട്, ഫഅൻഫഖഹു മാ ഖബിലല്ലാഹു മിൻ, അങ്ങനെ അത് മുഴുവനും അവർ ചെലവഴിച്ചാലും അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കാൻ പോകുന്നില്ല, ഹത്താ യുഅ്മിന ബിൽ ഖദർ, ഖദറിൽ വിശ്വസിക്കുന്നത് വരെയും എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരെ പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. സ്വഹാബികൾ അവർ ഏറ്റവും പ്രാമുഖ്യം നൽകിയത് തൗഹീദ് സംരക്ഷിക്കാനാണ്, അത് പ്രചരിപ്പിക്കാനാണ്. ദീനിലേക്ക് പുതിയ ബിദ്അത്തുകൾ കടന്നു വരുന്നതിനെ പ്രതിരോധിക്കുന്നതിനും വലിയ പ്രാധാന്യം അവർ നൽകിയതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന ഒരു ഗുണമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആദ്യമേ ഇസ്ലാമിലേക്ക് ഈമാനിലേക്ക് മുന്തി വന്നവർ, കടന്നു വന്നവർ, മാത്സര്യത്തോടെ ആദ്യമേ കടന്നു വന്നിരിക്കുന്നതായ ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, അവരെ നല്ല രീതിയിൽ പിന്തുടരുകയും ചെയ്ത ആളുകൾ, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നത് കാണാം, സ്വഹാബികൾ നന്മയിൽ മുൻകടക്കാൻ വേണ്ടി മത്സരിക്കുന്നവരായിരുന്നു എന്നാണ്. നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നവരായിരുന്നു സ്വഹാബികൾ. സ്വഹാബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണത്. സ്വഹാബികളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, അവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ, അവർ പഠിപ്പിച്ചതിനെ നാം ഏറ്റെടുക്കലാണ്. അവരുടെ ദീനിനോടുള്ള ഹിഫ്സ്, അവരുടെ താല്പര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും അത് കടന്നു വരേണ്ടതുണ്ട്. അപ്പോഴാണ് സ്വഹാബികളോടുള്ള സ്നേഹം യഥാവിധമാവുകയുള്ളൂ. ഇതിന് ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും. സ്വഹാബികളുടെ ഈ മാത്സര്യബോധത്തിന്, നന്മയിൽ മത്സരിക്കാനുള്ള അവരുടെ ആവേശത്തിന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സ്വഹാബികളിൽ നിന്ന് ദരിദ്രരായ മിസ്കീന്മാരായ ചില സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ذهب أهل الدثور من الأموال بالدرجات العلي والنعيم المقيم. ധാരാളം സമ്പത്തുള്ള സ്വഹാബികൾ നമ്മൾ കേട്ട ചരിത്രമായിരിക്കും. അവർ എന്ത് ചെയ്തിരിക്കുന്നു? വലിയ വലിയ സ്ഥാനങ്ങൾ, അനുഗ്രഹങ്ങൾ അവർ കൊണ്ടുപോയിരിക്കുകയാണല്ലോ റസൂലേ. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. അവർ പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവർ നമസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. വയതസദ്ദഖൂന വലാ നതസദ്ദഖ്, അവർ സ്വതക്ക ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാനൊന്നുമില്ലല്ലോ. വയുഅതിഖൂന വലാ നുഅതിഖ്, അവർ അടിമകളെ മോചിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല, സമ്പത്തില്ല എന്ന് സ്വഹാബികളിലെ ഫുഖറാക്കളായ ദരിദ്രരായ ചില സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ എന്തിനാണത് അവർ പറയുന്നത്? മറ്റുള്ളവർ ചെയ്യുന്ന അമലുകളിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിക്കുന്നില്ല, അവർ നേടുന്ന പ്രതിഫലങ്ങൾ ഞങ്ങൾക്ക് കരഗതമാക്കാൻ സാധിക്കുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. സമ്പത്തുള്ള ആളുകൾ വലിയ വലിയ വീടുകൾ നിർമ്മിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്കില്ല എന്നല്ല പരാതി. അവർ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, അവർ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്കില്ല എന്നുള്ളതല്ല സ്വഹാബികളുടെ പരാതി. അവർ ധാരാളം പ്രതിഫലങ്ങൾ കരഗതമാക്കുന്നുവല്ലോ, അത് കരഗതമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ, അവരോടൊപ്പം എത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. ഇതാണ് സ്വഹാബികളുടെ പരാതി.
അപ്പോൾ അവരോട് മത്സരിക്കണം. എന്തിൻ്റെ കാര്യം? നന്മയുടെ കാര്യത്തിൽ മാത്രം പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. അഫലാ ഉഅല്ലിമുക്കും ഷൈഅൻ തുദ്രികൂന ബിഹി മൻ സബഖക്കും. നിങ്ങളുടെ മുൻകടന്നിരിക്കുന്ന ആളുകളുടെ ഒപ്പമെത്താൻ നിങ്ങൾക്ക്, അവരോടൊപ്പം അജ്റിന്റെ കാര്യത്തിൽ, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അവരോടൊപ്പം എത്താൻ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വതസ്ബിഖൂന ബിഹി മൻ ബഅദക്കും. നിങ്ങൾക്ക് ശേഷം വരുന്ന ആളുകളെയും മുൻകടക്കാൻ പറ്റും നിങ്ങൾക്ക്. എന്താണത്? ഓരോ നമസ്കാരത്തിനും, ഫർള് നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവർ വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്തു? തിരിച്ചുപോയി നമസ്കാരത്തിന് ശേഷം ഇത് പ്രാവർത്തികമാക്കാൻ തുടങ്ങി. ഇത് കേട്ടുകൊണ്ട് സ്വഹാബത്തിലെ ധനികരായ ആളുകൾ അവർ വെറുതെ ഇരുന്നില്ല. അവരും മത്സരിക്കുന്നവരാണ്. അവർ ഞങ്ങൾ സ്വതക്ക ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ അടിമകളെ മോചിപ്പിക്കുന്നുണ്ടല്ലോ, ജിഹാദിന് വേണ്ടി ധാരാളം സമ്പത്ത് ചിലവഴിക്കുന്നുണ്ടല്ലോ, അത് മതി എന്ന് അഹങ്കരിക്കുന്നവരല്ല അവർ ഒരു സഹാബി നന്മ ചെയ്യുന്നത് കാണുകയാണ്, അത് ചോദിച്ചന്വേഷിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്? അവരും എന്ത് ചെയ്തു? മത്സരിക്കുകയാണ്. ധനാഢ്യരും മത്സരിക്കുകയാണ്. ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന് ദിക്ർ ചെയ്യാൻ, കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ അവരും മത്സരിക്കുകയാണ്. അങ്ങനെ അവരും ഇത് ഏറ്റെടുക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, തുസബ്ബിഹൂന സമിഅ ഇഖ്വാനുന അഹ്ലുൽ അംവാലി ബിമാ ഫഅൽന. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഈ അമല് എന്ത് ചെയ്തിരിക്കുന്നു? ധനാഢ്യരായ സ്വഹാബികളും കേട്ടിരിക്കുന്നു. ഫഫഅലൂ മിഥല, അതുപോലെ അവരും പ്രവർത്തിക്കുകയാണല്ലോ റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ. ഇത് അല്ലാഹുവിൻ്റെ ഫദ്ലാണ്. അല്ലാഹു അത് ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നജ്റാനിൽ നിന്ന് ചില ആളുകൾ വന്നു, സ്വഹാബികൾ വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പറഞ്ഞു, ഞങ്ങൾക്ക് അമീനായ, വിശ്വസ്തനായ ഒരാളെ ഞങ്ങളിലേക്ക് അയച്ചു തരണം, ഒരു സഹാബിയെ, ഞങ്ങൾ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ സമയത്ത് ഫസ്തശ്റഫ ലഹന്നാസ്, ജനങ്ങൾ അഖിലവും ഞാനായിരിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാൻ നിങ്ങൾക്ക് ഹഖ്ഖ അമീൻ ലഅബ്അഥന്ന ഇലൈക്കും റജുലൻ അമീനൻ ഹഖ്ഖ അമീനിൻ ഹഖ്ഖ അമീനിൻ, ഏറ്റവും അർഹനായ, വിശ്വസ്തനായ ഒരാൾ ഞാൻ നിങ്ങളിലേക്ക് അയക്കുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞപ്പോൾ സഹാബികൾക്കെല്ലാം ആഗ്രഹമായി. ഫസ്തശ്റഫ ലഹന്നാസ്, ആമീൻ ഞാനായിരിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആമീൻ ഞാനായിരിക്കണേ. സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല, അധികാരത്തിന് വേണ്ടിയിട്ടല്ല അവർക്ക്, പക്ഷെ നബി വിശേഷിപ്പിച്ച അമീൻ ഞാനാകണല്ലേ എന്ന് എല്ലാ സ്വഹാബികളും എന്ത് ചെയ്തു? ആഗ്രഹിച്ചു പോയി എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു? അമീനുൽ ഉമ്മ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. സ്വഹാബി വനിതകളും ഇപ്രകാരമായിരുന്നു. ഒരു പെരുന്നാൾ നമസ്കാരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ചെയ്യാൻ സ്ത്രീകളോട് പ്രത്യേകം ആവശ്യപ്പെട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു അവരുടെ സ്വതക്കകൾ സ്വീകരിക്കാൻ അവരിലേക്ക് പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഞാൻ നോക്കുമ്പോൾ സ്വഹാബി വനിതകൾ അവരുടെ കാതിലും അവരുടെ കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ എടുത്ത് സ്വതക്ക ചെയ്യാൻ അവർ ധൃതി കാണിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കേട്ടിരിക്കുന്ന ഹദീസായിരിക്കും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ യൗമ അസ്ബഖു അബൂബക്കറിൻ ഇൻ സബഖ്തുഹു യൗമൻ, എനിക്ക് ഏതെങ്കിലും ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കവച്ചു വെക്കാൻ പറ്റിയാൽ നന്മയുടെ കാര്യത്തിൽ ഇന്നേ ദിവസം ഞാൻ എന്ത് ചെയ്യും? പരാജയപ്പെടുത്തും. കാരണം ആ സമയത്ത് കുറച്ചധികം സമ്പത്താരുടെ കയ്യിലുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് അദ്ദേഹത്തെ കടത്തിവെട്ടാൻ സാധിച്ചാൽ ഇന്ന് ഞാൻ ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പകുതി സ്വത്തുമായിട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക്, എന്താണ് തൻ്റെ കുടുംബത്തിന് അവശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മിഥ്ലഹു, ഇതേപോലുള്ളത്, അതായത് പകുതിയാണ് ഞാൻ എന്ത് ചെയ്തത്? സ്വതക്ക ചെയ്തത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലുള്ള സമ്പത്ത് സകലവും ഇതാ കൊണ്ടുവരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. നബി ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക്, എന്താണ് താങ്കൾ അഹ്ലിമിന് കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത്? അവിടുന്ന് പറഞ്ഞു, അബ്ഖൈതു ലഹും അല്ലാഹ വ റസൂല, അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമാണ് ഞാൻ അവശേഷിപ്പിച്ചത്. ലാ ഉസാബിഖുക ഇലാ ഷൈഇൻ അബദ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, ഇനി ഒരു കാര്യത്തിലും താങ്കളോട് മത്സരിക്കാൻ ഞാനില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മത്സരബോധമുള്ളവരായിരുന്നു, നന്മ ചെയ്യുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ മുന്നേറുന്നവരായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കാണാം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടക്കുകയാണ്, ഞാനുമുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുമുണ്ട്. അങ്ങനെ പോകുന്നതിനിടയിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുന്നു. രാത്രിയിലാണ്, അദ്ദേഹം നിന്ന് നമസ്കരിക്കുകയാണ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു, എന്നിട്ട് ശ്രദ്ധിച്ച് കേട്ടു
ഈ പാരായണം. രാത്രിയിൽ ഒരു സഹാബി വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യുന്നു? ഖുർആൻ പാരായണം ചെയ്യുന്നു നമസ്കാരത്തിൽ. അങ്ങനെ റുക്കൂ ചെയ്തു, സുജൂദ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിച്ചോ ലഭിക്കും, ചോദിച്ചോ ഇപ്പോൾ ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അവിടുന്ന് യാത്രയായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അൻ യഖറഅൽ ഖുർആന ഗദ്ദൻ ബിമാ ഉൻസിൽ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അതേ രീതിയിൽ ആർക്കെങ്കിലും പാരായണം ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഫൽ യഖറഅഹു മിൻ ഇബ്നി ഉമ്മി അബ്ദിൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അവൻ എന്ത് ചെയ്യട്ടെ? ഖുർആൻ പഠിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഒരു സന്തോഷ വാർത്ത ഒരു സഹാബിയെ അറിയിക്കണം. ഒരു സന്തോഷ വാർത്ത മറ്റൊരാളെ അറിയിക്കുന്നത് തന്നെയാണ് ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക, അതൊരു പുണ്യമാണ്. ഫദ്ദലജ്തു ഇലാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ലിഉബശ്ശിറഹു ബിമാ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞ് സന്തോഷിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്തു? പ്രഭാതത്തിൽ തന്നെ രാവിലെ സുബഹിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോയി. അങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് എൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ചോദിച്ചു, മാ ജാ ബിക ഹാദിഹി സാ, ഇതെന്താ ഈ സമയത്ത് കടന്നു വന്നിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് സബഖക അബൂബക്കർ, അബൂബക്കർ താങ്കളെ കടത്തിവിട്ടിയിരിക്കുകയാണ്. അബൂബക്കർ ഈ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ അടുക്കൽ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ യഫ്അൽ ഫഇന്നഹു സബ്ബാഖും ബിൽ ഖൈറാത്ത്, അദ്ദേഹം അത് ചെയ്തുവെങ്കിൽ നന്മകളിൽ അധികമായി മത്സരിക്കുന്നവൻ തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ്. മസ്തബഖ്നാ ഖൈറൻ ഖത്തു ഇല്ലാ സബഖ്നാ ഇലൈഹി അബൂബക്കർ, ഒരു നന്മയിലേക്കും ഞങ്ങൾ വേഗത കാണിച്ചിട്ടില്ല, മത്സരിച്ചിട്ടില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിനു മുന്നേ അത് ചെയ്തിട്ടില്ലാതെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ സഹാബികളുടെ ഒരു ഗുണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, തൗഹീദ്, അതേപോലെ തന്നെ ബിദ്അത്ത് പ്രതിരോധിക്കുക, തൗഹീദിനെ സംരക്ഷിക്കുക, അതേപോലെ തന്നെ നന്മയിൽ മുന്നേറുക. വേറെയും ധാരാളം സവിശേഷതകൾ പരിശുദ്ധ ഖുർആൻ സഹാബികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുക എന്നുള്ളത്, അത് മനസ്സിലാക്കുക എന്നുള്ളത്, അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളുടെ രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.